ഹായ്, അപ്പോൾ നമ്മളിന്ന് പെട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഞാനിത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പാർട്ടിൽ പെട്ടിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ പെട്ടി ഉണ്ടാക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട്. ഒരു പെട്ടിക്ക് 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് അടിപ്പലക, മറ്റൊന്ന് ബ്രൂട്ട് ചേമ്പർ, സൂപ്പർ ചേമ്പർ, ടോപ്പ്. ഇതാണ് നമ്മുടെ അടിപ്പലക. അടിപ്പലകൻ്റെ അടിയിൽ 2 ബാറുകൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കാനായിട്ട്. 11 ഇഞ്ച് നീളവും 8.25 ഇഞ്ച് വീതിയുമാണ് ഈ അടിപ്പലക്കുള്ളത്. പിന്നെ അതേപോലെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. അടിപ്പലകക്ക് 3/4 ഇഞ്ചാണ് തിക്നെസ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് അടുത്തത് നമ്മുടെ ബ്രൂട്ട് ചേമ്പറാണ്. ഈ ബ്രൂട്ട് ചേമ്പർ നമ്മൾ പണിയുമ്പോൾ ഇതിൻ്റെ ഉള്ളളവ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. ഇതിൻ്റെ ഉള്ളളവ് ഞാനിപ്പോൾ പറയുന്നത് ഉള്ളളവാണ്. അപ്പോൾ ഈ ഉള്ളളവ് എന്ന് പറയുന്നത് നീളം 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതേപോലെ ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് 7.25 ഇഞ്ചാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ ഈ 1/2 ഇഞ്ചാണ് ബ്രൂഡും സൂപ്പറും ടോപ്പൊക്കെ ഉള്ളത്. ഈ അടിപ്പലക മാത്രമേ 3/4 ഇഞ്ച് വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 1/2 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ഈ പെട്ടി നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലോക്കിംഗ് ടൈപ്പാണ്. നമ്മളെ ഫിംഗർ ഇങ്ങനെ ലോക്ക് ചെയ്ത പോലെയാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ലോക്കിംഗ് സിസ്റ്റം ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നീളം നിങ്ങൾ എടുക്കേണ്ടത് 10.5 ഇഞ്ചാണ്. 10.5 പിന്നെ ഒരു ചെറിയ പോയിൻ്റ്, ഒരു 2-3 പോയിൻ്റ് കൂടുതലിടുക. 10.5 ഇഞ്ച് നീളവും അതേപോലെ 8.25 ഇഞ്ച് വീതിയും. ഞാനൊക്കെ ഇവിടെ ഫിംഗർ ലോക്ക് ഇട്ടിട്ടാണ് പെട്ടി പണിയുന്നത്. അപ്പോൾ 1 ഇഞ്ച് കൂടുതലിടുക. അപ്പോൾ എന്താ വെച്ചാൽ 1/2 ഇഞ്ച് ഇവിടുന്നും ഈ ഭാഗത്തുനിന്നും 1/2 ഇഞ്ച് ഈ ഭാഗത്തുനിന്നും 1/2 ഇഞ്ച് ഈ പലകൻ്റെ 1/2 ഇഞ്ച് ഈ ഭാഗത്തുനിന്ന് കണ്ടോ. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം 1/2 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളിപ്പോയി. ഇതിൻ്റെ 1/2 ഇഞ്ച് ഇവിടുന്നും തള്ളിപ്പോയി. അപ്പോൾ അങ്ങനെ 1/2 ഇഞ്ച് 2 സൈഡിൽ നിന്നും തള്ളിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂട്ടിയിടാൻ പറയുന്നത്. അപ്പോൾ ഫിംഗർ ലോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ 10.5 പിന്നെ ഒരു ചെറിയൊരു 2 പോയിന്റ് കൂട്ടിയിടുക. പിന്നെ അതേപോലെ വീതി എടുക്കേണ്ടത് 8.25 ഇഞ്ചും. ഇതാണ് നമ്മളെ ബ്രൂട്ട് ചേമ്പറിനുള്ള അളവ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ബ്രൂട്ട് ചേമ്പറിന് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ബീച്ചുകൾ കടക്കാനൊക്കെ ആയിട്ടാണ് എൻട്രൻസ്. അത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചാണ് നമ്മൾ ഇതിനെ എൻട്രൻസിൻ്റെ നീളം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റൂട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന വീഡിയോ അടുത്ത ഇതിൽ ചെയ്യാം. ഈ ഫ്രെയിം ഇതിൻ്റെ ഉൾഭാഗത്ത് വെക്കാനായിട്ട് ഇത് റീപ്പർ അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4 ഇഞ്ച് താഴ്ത്തിയാണ് റീപ്പർ അടിക്കേണ്ടത്. 4 ഇഞ്ച് താഴ്ത്തിക്കാണ്ടാണ് റീപ്പർ അടിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഫ്രെയിമാണ്. ഇതിക്കുള്ള ഫ്രെയിമാണ്. ഫ്രെയിമിൻ്റെ മുകൾ ഭാഗത്തെ ഈ ടോപ്പ് ഭാഗത്തെ നീളം എന്ന് പറയുന്നത്, ടോപ്പിൻ്റെ ഭാഗത്തെ നീളം എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി 3/4 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ തിക്നെസ് 4 ഇഞ്ചും. പിന്നെ അതേപോലെ സൈഡത്തെ ബാറ്, ഈ സൈഡത്തെ ബാറിൻ്റെ നീളം എന്ന് പറയുന്നത് 5.25 ഇഞ്ചാണ്. 5.25 ഇഞ്ചാണ് ഇതിൻ്റെ സൈഡ് ബാറിൻ്റെ നീളം എന്ന് പറയുന്നത്. 4 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ കനവും. പിന്നെ അതേപോലെ നമ്മൾ അടിഭാഗത്തെ ബാറ് ഇവിടെ തൊട്ട് ഇവിടം വരെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ചാണ്. അടിഭാഗത്തെ ബാറ് 8 ഇഞ്ചും. ഇതാണ് ഈ ഫ്രെയിമിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇതിൽ ഇരിക്കും. ഒരു ബ്രൂട്ട് ചേമ്പറിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് 6 ഫ്രെയിമാണ് ഉണ്ടാവുക. നല്ല ഫിനിഷിംഗ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്കുള്ളത് സൂപ്പറാണ്. ബ്രൂഡിൻ്റെ മുകളിൽ സൂപ്പറാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അളവ്. സൂപ്പറിൻ്റെ ഈ ഹൈറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാലും ഞാൻ പറയാം, ഈ സൂപ്പറിൻ്റെ നീളം 9.5 ഇഞ്ചാണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത്, വീതി വരുന്നത് 7.25 ഇഞ്ചാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എല്ലാതും 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് ലോക്കിംഗ് ടൈപ്പാണ് വരുന്നത്. ഫിംഗർ ലോക്ക് പോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. 1/2 ഇഞ്ച് ഇവിടുന്ന് തള്ളിപ്പോവും, അതേപോലെ 1/2 ഇഞ്ച് ഇവിടുന്നും തള്ളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഫിംഗർ ലോക്ക് അടിക്കണവർ ഫിംഗർ ലോക്ക് അടിക്കണമെന്നില്ലെങ്കിൽ ആ ഒരു അളവ് എടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളളവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 9.5 ഇഞ്ച് നീളവും അതേപോലെ 7.25 ഇഞ്ച് വീതിയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഫിംഗർ ലോക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ പലക നീളം വരുന്നത് 10.2 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം 10.5 പിന്നെ അതേപോലെ 2 ഇഞ്ചാണ് വരുന്നത്. വീതി 8.25 ഇഞ്ചും. ഫിംഗർ ലോക്ക് അടിക്കുമ്പോൾ വീതി 8.25 ഇഞ്ചും നീളം 10.2 അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഈ ബ്രൂഡും ഈ സൂപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹൈറ്റിൽ മാത്രമാണ്. അപ്പോൾ സൂപ്പറിൻ്റെ ഹൈറ്റ് 4.5 ഇഞ്ചാണ് വരുന്നത്. കറക്റ്റ് 4.5 ഇഞ്ചാണ്. ഇത് 6.5 ഇഞ്ചും. ബാക്കി എല്ലാ അളവുകളും ഒരേപോലെയാണ് സൂപ്പറും ബ്രൂഡും വരുന്നത്. പിന്നെ അതേപോലെ അതുക്കുള്ള ഫ്രെയിമുകൾ, സൂപ്പർക്കുള്ള ഫ്രെയിമുകൾ
ഇത് സൂപ്പർത്തെ ഒരു ഫ്രെയിമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ലെങ്ത്ത്. ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ ബാറിൻ്റെ നീളം എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. ഇത് അതേപോലെ തന്നെ വെക്കുമ്പോൾ 9.5 ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിലെ ബാറിലെ നീളം വരുന്നത്. അതേപോലെ ഇതിൻ്റെ വീതി 3/4 ഇഞ്ചാണ് വരുന്നത്. 3/4 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. പിന്നെ അതേപോലെ സൈഡത്തെ ബാറ് മുകളിൽ നിന്ന് അടിയിക്ക് 3.25 ഇഞ്ചാണ് മുകളിൽ നിന്ന് അടിയിക്ക് വരുന്നത്. പിന്നെ അതേപോലെ അടിയിലുള്ള ഈ ബാറ് അതിന് 8 ഇഞ്ചാണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ 8 ഇഞ്ചാണ് ഇതിൻ്റെ അടിയത്തെ ബാറിലെ നീളം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കനം 4 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സൂപ്പറത്തെ ഫ്രെയിമിൻ്റെ അളവ്. ഈ നമുക്ക് വേണ്ടത് ടോപ്പാണ്. നീളം എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ചും പിന്നെ അതേപോലെ വീതി 7.25 ഇഞ്ചും. പിന്നെ അതേപോലെ ഈ ഹൈറ്റ്, ഈ ടോപ്പിൻ്റെ ഈ ഹൈറ്റ് നമ്മൾ ആളുകളുടെ ഇഷ്ടമനുസരിച്ചാണ്. ചിലർ മുകൾ ഭാഗത്ത് ഫീഡിങ് വെക്കുന്നവരുണ്ട്, ഈ ബ്രൂഡിൻ്റെ മുകൾ ഭാഗത്ത് ഫീഡിങ് വെക്കുന്നവരുണ്ട് സൂപ്പറില്ലാണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് 2 ഇഞ്ചാണ് ഹൈറ്റ് വേണ്ടത്. അതല്ലാത്തവർക്ക് 1.5 ഇഞ്ച്. അപ്പോൾ ചില ആളുകൾക്ക് സൂപ്പറിൻ്റെ ഇപ്പോൾ ഈ ബ്രൂഡിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ഫീഡിങ് വെച്ചിട്ട് ഇതിങ്ങനെ അടയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 1.5 ഇഞ്ച് ഹൈറ്റ് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ 2 ഇഞ്ചാണ്, 2 ഇഞ്ചും അതേപോലെ 1.5 ഇഞ്ചും ഹൈറ്റ് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ടോപ്പിൻ്റെ വെൻറ്റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് സൈഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെൻറ്റിലേഷൻ 2 ഇഞ്ച് നീളമാണ് കൊടുക്കുന്നത്. ഈ വെൻറ്റിലേഷൻ റൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ വെൻറ്റിലേഷനും അതേപോലെ എൻട്രൻസും കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പെട്ടി. ഇതിലൊരു ഹാൻഡിൽ ബാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഇതിങ്ങനെ പൊക്കാൻ പറ്റും. ഇങ്ങനെ പൊക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കാൻ പറ്റും. അതിനാണ് ഈ ഹാൻഡിൽ ബാർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഞാനിവിടെ പെട്ടി പണിതിരിക്കുന്നത് മരുതിലാണ് പെട്ടി പണിതിരിക്കുന്നത്. അപ്പോൾ മഹാഗണി, മരുത്, മുള്ളങ്കൈനി, തേക്ക്, പുന്ന, അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങളിലൊക്കെ നമുക്ക് പെട്ടി പണിയാൻ പറ്റും. അപ്പോൾ തേക്കൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മരുതാണ്. മരുതിലാണ് ഈ പെട്ടി പണിതിരിക്കുന്നത്. നല്ല സ്ട്രോങ്ങിലാണ് പെട്ടി പണിതിരിക്കുന്നത്. അപ്പോൾ ഇനി പെട്ടി പണിയുന്നത് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.